അവർ നാലുപേരും കൂടി തീരുമാനിച്ചിട്ട് ആ വിവരങ്ങൾ പെണ്ണുങ്ങളോട് പറയും, അവരത് അംഗീകരിക്കും. മക്കളും അച്ഛൻ ഒരാൾ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വീട് ഭംഗിയാക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ പോകണം. ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായമായ ആളുകളാണ്. ഞങ്ങളെ കാണുമ്പോൾ ഇന്നതാളാണ് അല്ലെങ്കിൽ എന്താണ് എന്നൊന്ന് ചോദിക്കാൻ പോലും പല പേരക്കുട്ടികളും ഇന്ന് മടിയാണ് അവർക്ക്. പണ്ടങ്ങനെയല്ല. നമ്മളും ഇവിടെ അച്ഛന്മാർ വന്ന് നല്ല വലിയ നമുക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു. നമ്മളൊന്നും മിണ്ടാതെ പോവില്ല. അവർ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വന്നിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മളുടെ കൂട്ടത്തിലുള്ള മക്കൾക്ക് പോലും അറിയില്ല. അപ്പം അങ്ങനെയൊന്നും പോകാൻ പാടില്ല. എല്ലാവരും അപ്പം നമ്മളെ അങ്ങോട്ട് സംസാരിച്ചില്ലെങ്കിലും നമ്മളോട് എന്താണ്, ഞങ്ങൾക്ക് ഇത്രയും പ്രായമായി, ഇത്രയൊക്കെ ആയി, അപ്പോൾ എന്താണ് എന്നൊന്നും ചോദിക്കാനുള്ള ഒരു സന്ദർഭം പോലും പലരും കാണിക്കാറില്ല. അപ്പം അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ അകന്നകന്ന് പോവുകയാണ്. അപ്പം അങ്ങനെ ആവരുത് ഇനിയെങ്കിലും. അവർ ജീവിച്ച പോലെ ഇങ്ങനെയുള്ള പിള്ളേരില്ല. അവർ സഹോദരങ്ങൾ 5 പേരും ഒരുപോലെ തന്നെയാണ് ജീവിച്ചു പോകുന്നത്. പറയുന്നത് എന്തും 5 പേരും ഒരുമിച്ച് നിന്ന് സഹകരിച്ച്, അതുപോലെ തന്നെ അതിൻ്റെ ഉയർച്ചയും ഉണ്ടായിരുന്നു. അവരായിരുന്ന സമയത്ത് നല്ല ഉയർച്ചയും ഉണ്ടായിരുന്നു. അതുപോലെ ഇനിയുള്ള പിള്ളേരും സന്തോഷത്തോടും ഐകമത്യത്തോടും കൂടി ജീവിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അമ്മ 5 ആങ്ങളമാർക്കും ഒരു പെങ്ങളായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് 36 വയസ്സാകുന്നതിന് മുമ്പ് എൻ്റെ അച്ഛന് 41 വയസ്സായ സമയത്ത് എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു. എൻ്റെ അമ്മമാരും ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. വീടൊന്നും സത്യത്തിൽ ഉണ്ടായില്ല. ഒരു കൊച്ചു കുടിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. സത്യത്തിൽ ഒരു അച്ഛന് കാര്യം ജോലിയുള്ള ബേസിൽ ജോലിയുള്ള അച്ഛനായിരുന്നു. വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരിക്കലും കുടുംബക്കാരുടെ അടുത്ത് പോകണം. ഈ പറഞ്ഞ അമ്മായിയുടെ അടുത്ത് പോകാത്ത ഒരൊറ്റ മാസം പോലും ഉണ്ടാകൂലായിരുന്നു. അങ്ങനെയൊക്കെ കുടുംബക്കാരെ സഹായിച്ചു നടന്ന ഒരാളാണ് എൻ്റെ അമ്മായിയച്ഛൻ. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങൾക്ക് ഇതുപോലെ വലിയ വെള്ളപ്പൊക്കം വന്നു. അല്ലാതെ ഞങ്ങൾ കുഞ്ഞു കുടുങ്ങി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെള്ളപ്പൊക്കം വന്നു ഉള്ളതെല്ലാം പോയി. ഒരു പശുവിനെ കൊണ്ട് എൻ്റെ അമ്മ പശുവിനെ എടുത്ത് അത്യാവശ്യം കൊടുക്കാനുള്ള തുണി എടുത്ത് ഞങ്ങൾ അവിടുന്ന് കയറി വേറെ സ്ഥലത്ത് പോയി താമസിക്കണമായിരുന്നു. ഇപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ദൂരം പാടുപെട്ടു. പക്ഷെ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതിന് തിരിച്ചു വരുമ്പം ഇത് ഓരോന്നോരോന്ന് നോക്കി വന്നപ്പോഴത്തേക്കുണ്ട് ഒരു പെട്ടി നിറച്ച് ഫോട്ടോകളായിരുന്നു. അത് മുഴുവനും ചിറ്റേക്കും. ഒന്നും എന്താ ഏതാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ഫോട്ടോയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു.